നമ്മുടെ ഉറ്റ ചങ്ങാതിയായ മൊബൈൽ ഫോണും എടുത്ത് ബെഡിലേക്ക് പോകുന്നു. നമ്മളെ അടിമുടി വീഴ്ത്താനുള്ള ചെപ്പടി വിദ്യയൊക്കെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്തിരി കുഞ്ഞൻ്റെ മൊബൈൽ ഫോണിൻ്റെ കയ്യിലുണ്ട്. ഉറക്കത്തിനിടയ്ക്ക് പലതവണ എഴുന്നേൽക്കുമ്പോൾ വളരെ അലസമായിട്ടിരിക്കുക. അവന് മെസ്സേജ് വന്നില്ലല്ലോ. വന്നു. ഓക്കെ. എത്ര നേരം വേണമെങ്കിലും ഇതിങ്ങനെ സ്ക്രോളും ചെയ്ത് കണ്ണും മിഴിച്ചിരിക്കും അല്ലേ? ചെറുതായിട്ട് ഒരു വീഡിയോ നിന്ന് അടുത്തതിലോട്ട് ഇങ്ങനെ ചാടി ചാടി പോണോ? ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ തോന്നും. ഓക്കെ. ബോറടിക്കുമോ? ഇത് കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് ബോറടിക്കുമല്ലോ. ബോറടിക്കാറേ ഇല്ലെന്നേ. ഇല്ല, സമയം തികയുന്നില്ല അല്ലേ? അതെ, കണ്ടു തീരുന്നില്ല. പാതിരാത്രി കഴിഞ്ഞും വെളുപ്പിനെ വരെ ഇത് തന്നെ പരിപാടി അല്ലേ? ചെറുതായിട്ട്. ഓക്കെ. കണ്ണിലെ ഒരു ഈർക്കിൽ കുത്തിവെക്കാനുള്ള ക്ഷീണം ഞാൻ കാണുന്നുണ്ടല്ലോ. അതും തികയുന്നില്ല. രാവിലെ ഓഫീസിൽ പോകാൻ ലേറ്റ് ആവും, മിക്കവാറും ലേറ്റ് ആവും അല്ലേ? വല്ലാണ്ട്. ചുമ്മാ അതല്ല, കഴുത്ത് വേദന, പുറം വേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. നിനക്ക് അങ്ങനത്തുള്ള പ്രശ്നമൊക്കെ ഇല്ലേ? ആവശ്യത്തിലും അധികം. ഇപ്പം നമ്മൾ കണ്ട ആളെപ്പോലല്ലേ നിങ്ങളിൽ പലരും? ഡസ് യുവർ മൊബൈൽ ഫോൺ അക്കമ്പനി യു ടിൽ യു ഫോൾ അസ്ലീപ്? ഉറങ്ങാൻ കിടക്കുമ്പോഴും മൊബൈൽ ഫോൺ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു ശീലമല്ലേ നമുക്കെല്ലാവർക്കും ഉള്ളത്? കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലല്ലോ, ഈ വീഡിയോയും കൂടെ കാണാം. ശരിയാ, പക്ഷെ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ആകുന്നത് കുഴപ്പമുണ്ടാക്കില്ല. എന്നും ഇത് തന്നെയാണെങ്കിൽ അതിനെ പറയുന്നത് സ്ലീപ്പ് പ്രൊക്കാസ്റ്റിനേഷൻ എന്നാണ്. നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് നാളെ എന്നിങ്ങനെ പറഞ്ഞ് നീട്ടി വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കേട്ടുവരുന്ന ഒരു ഫെമിലിയർ പദമാണ് ഈ നീട്ടിവെക്കൽ അല്ലേ? നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യവുമാണ്. എങ്ങനെയാണെന്നല്ലേ? നമ്മുടെ ഉറ്റ ചങ്ങാതിയായ മൊബൈൽ ഫോണും എടുത്ത് ബെഡിലേക്ക് പോകുന്നു. എന്തിനാ? ഉറങ്ങാൻ. പക്ഷെ ഉറങ്ങുമോ? അതില്ല. പകരം ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും. നമ്മളെ അടിമുടി വീഴ്ത്താനുള്ള ചെപ്പടി വിദ്യയൊക്കെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്തിരി കുഞ്ഞൻ്റെ മൊബൈൽ ഫോണിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇങ്ങനെ നോക്കി നമ്മളുടെ ഉറക്കത്തിൽ അത് ഉറക്കത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, ഉറക്കത്തെ ഇല്ലാതാക്കുന്നു. ഉറക്കം പോകുന്നു എന്നുള്ളത് മാത്രമല്ല, പല നെഗറ്റീവ് ഇമോഷൻസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉറക്കത്തിനിടയ്ക്ക് പലതവണ എഴുന്നേൽക്കുമ്പോൾ വളരെ അലസമായിട്ടിരിക്കുക, രാവിലെ ഒരു ഫ്രഷ്നെസ്സും ഇല്ലാതിരിക്കുക, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് BP കൂടുന്നു, കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു, അകാല വാർദ്ധക്യം. ഇപ്പോഴത്തെ നമ്മുടെ പല ചെറുപ്പക്കാരെയും കണ്ടാൽ പെട്ടെന്ന് വാർദ്ധക്യം ബാധിച്ച പോലാണ്. ഇത് വളരെ കാലം ഇങ്ങനെ തുടർന്നാൽ, ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം തുടർന്നാൽ, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ലീപ്പ് ഹൈജീനെ ബാധിക്കും. അതുകൂടാതെ ഉത്കണ്ഠ, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ എന്നിവയൊക്കെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മൊബൈലും കൊണ്ട് ബെഡിലേക്ക് പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾക്ക് ഗാഡ്ജറ്റ് ഫ്രീ ആകാം. ഇല്ലെങ്കിൽ നിങ്ങളും സ്ലീപ്പ് പ്രൊക്കാസ്റ്റിനേഷനിലേക്ക് പോവുകയും നമ്മൾക്കത് ഒരുപാട് പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ആരോഗ്യമായിരിക്കാൻ ബെഡിലേക്ക് മൊബൈൽ കൂടാതെ പോയി വിശ്രമിക്കുക.